കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലയിലൂടെയുള്ള രാത്രികാല യാത്ര നിരോധിച്ചു. എ വി ജയശങ്കർ ചേരുന്നുണ്ട്. ജയശങ്കർ, പത്തനംതിട്ടയിലെ മഴയുടെ സാഹചര്യം എന്താണ്? പ്രത്യേകിച്ച് വനത്തിൽ പെയ്യുന്ന മഴയാണ് അവിടുത്തെ പല നദികളിലെയും ജലനിരപ്പ് നിശ്ചയിക്കുക. അത് നാട്ടിലിരുന്നുകൊണ്ട് നമുക്ക് കണക്കുകൂട്ടാൻ പോലും ആവാത്ത നിലയിലാണ് പലപ്പോഴും. എന്നാണിപ്പോൾ അവിടുത്തെ ഒരു മഴയുടെ സാഹചര്യം? ഗൂഗിൾ, പത്തനംതിട്ടയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ മലയോര നഗരമേഖലകളിൽ പെയ്യുകയാണ്. നിലവിൽ നദികളുടെ ജലനിരപ്പ് അപകടകരമായ നിലയിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ അപ്പോൾ പോലും ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശം കാലാവസ്ഥാ വകുപ്പും ജില്ലാ ഭരണകൂടവും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അച്ചൻകോവിൽ, പമ്പ നദികളിൽ മഞ്ഞ മുന്നറിയിപ്പ് നിലവിൽ നൽകിയിട്ടുണ്ട്. ഈ നദികളിൽ ഉൾപ്പെടെ ഇറങ്ങുന്നതിന് നിലവിൽ നിയന്ത്രണവും വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ശബരിമല തീർത്ഥാടകർ പമ്പ നദിയിൽ സ്നാനം ചെയ്യരുതെന്നൊരു നിർദ്ദേശം ജില്ലാ കളക്ടർ ഉച്ചയോടെ തന്നെ പുറപ്പെടുവിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ പത്തനംതിട്ട ജില്ലയിൽ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് നിലവിൽ നട തുറന്നിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ ശബരിമല പാതയിലും യാത്ര ചെയ്യുന്ന തീർത്ഥാടകർ ജാഗ്രത പുലർത്തണം. ഒപ്പം നീലിമല കയറുന്ന ഭക്തർ ഈ മഴയുടെ സാഹചര്യവും വഴുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം മല കയറാനെന്നൊരു നിർദ്ദേശം ദേവസ്വം ബോർഡും നിലവിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ശബരിമലയിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള ശക്തമായ മഴയാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. ജില്ലയിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് മലയോര മേഖലയോടുള്ള യാത്ര ജില്ലാ കളക്ടർ നിരോധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ജില്ലയിൽ അംഗനവാടി മുതലുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും ജില്ലയിൽ യെല്ലോ അലർട്ട് തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ നദീതീരത്തിൽ ഉൾപ്പെടെ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പുലർത്തണം നിർദ്ദേശമുണ്ട്. ഗോകുൽ, പത്തനംതിട്ട ജില്ലയിലും മലയോര മേഖലയിൽ രാത്രികാല യാത്ര നിരോധിച്ചിരിക്കുകയാണ്. ശബരിമല തീർത്ഥാടനം ഉൾപ്പെടെ നടക്കുന്ന സാഹചര്യമായതിനാൽ പമ്പ നദിയുടെ തീരത്തുള്ളവരും ഒപ്പം പമ്പയിൽ ഇറങ്ങുന്നവരും ഒക്കെ ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പ് കൂടിയുണ്ട്.